ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ശക്തിക്കുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് വരെ ഒന്ന് പോയായിരുന്നു. അന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. എൻ്റെ ശബ്ദം നന്നായിട്ട് അടഞ്ഞിരിക്കുവാണ്, പനിയായതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ആറ്റിക്കുറവൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ആദ്യം ഞങ്ങൾ തട്ടാശ്ശേരി ചെന്നിട്ട് അവിടെ ബസ്സൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ ഹരി ഞങ്ങളെ പള്ളിക്കുട്ടമ്മയെ കൊണ്ടുപോയി ആക്കുമായിരുന്നു. അവിടെയും കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ ബസ് കിട്ടിയത്. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ബസ് കയറാൻ വേണ്ടി ബൈക്കിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഇപ്പം ആലപ്പുഴ സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് ഓട്ടോയിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബസ്സിലിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിപ്പോയി. അത് നല്ല ഉറക്കമാണ് എൻ്റെ കയ്യിൽ ഇരിക്കൊണ്ട്. അപ്പം നമ്മൾ വീട്ടിൻ്റെ വഴിയിൽ അവിടെ ഇറങ്ങി. ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ. ഇതെൻ്റെ വല്യച്ഛൻ്റെ വീടാണ്. ഇതാണ് എൻ്റെ വീട്. നമ്മൾ വീട്ടിലെത്തി ശക്തിക്കുട്ടൻ്റെ രുദ്രൻകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന്. നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ശക്തിക്കുട്ടന് കുറേ ദിവസമായില്ല നമ്മളെ കാണാതിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരുമായിട്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പറമ്പിലുള്ള കുറച്ച് മരങ്ങളൊക്കെ നമുക്ക്, അതായത് നമ്മുടെ സീതപ്പഴമാണ്. സീതപ്പഴത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ മറ്റേ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. നാരങ്ങൊന്നും ഇപ്പം പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിടിച്ച് കിടക്കുന്ന മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. പാഷൻ ഫ്രൂട്ട് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറവാണ്. അതിന് വലിയ മീനും പൊക്കി പിടിച്ചോണ്ട് നടക്കും. പിന്നെ പാഷൻ ഫ്രൂട്ടും പിന്നെ ഇന്ന് നമ്മുടെ ഇതുണ്ട്, എന്തുവാ, ചിക്കുവില്ലേ, സപ്പോട്ട. ഇത് ചെറിയ മരമേ ആകത്തുള്ളൂ, ഒരുപാട് വലുതാകത്തില്ല. പക്ഷെ കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകും. ഇപ്പം കിടക്കുന്നതൊക്കെ പൊട്ടയാണ്, വലുതായി വരുന്നോളൂ, വിളഞ്ഞ് വരുന്നോളൂ. നമ്മൾ നന്നായിട്ട് ആ വിളഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളത് പറിച്ച് അരിയുടെ അകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിനകത്തിരുന്ന് പഴുത്തോളൂ. അങ്ങനെ വെച്ച് പഴുപ്പിച്ചെടുക്കുന്നതല്ല. അല്ലെ അതേ തന്നെ കിടന്ന് പഴുത്ത് കഴിഞ്ഞാൽ കിളികളെല്ലാം ഒക്കെ ഒന്ന് കൊത്തിക്കൊണ്ട് പോകത്തോളൂ, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പോരാനായിട്ട് ഒരുങ്ങി നിൽക്കുക. കുറച്ച് ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ വിളിക്കാൻ ശിവേട്ടൻ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുവാണ്. നോക്കി രാവിലെ തന്നെ വരുമെന്നാണ് പറഞ്ഞിട്ട്. അപ്പം അതേ ശിവേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ശിവേട്ടൻ വന്ന് കുറച്ച് നേരം അവിടെ നിന്ന്
രാവിലത്തെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചു. കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ ടീ ഇട്ട് കുടിക്കാനൊക്കെ പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വഴിയിൽ ചൂണ്ട മേടിക്കാൻ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടയൊക്കെ മേടിക്കുന്നപ്പോൾ രുദ്രനും അച്ഛനും കൂടെ കടയിലോട്ട് പോയത്. ഞാനും ശക്തികുട്ടനും കൂടെ അവിടെ ഇരുന്നു. റോഡ് സൈഡിൽ കലുങ്കിലിരിക്കുമായിരുന്നു. അപ്പോൾ അവരതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.